2018 മഹാമാരിയുടെ കാലത്താണ് മൂന്നാർ ഗവൺമെന്റ് കോളേജ് തകർന്നുപോയത്. നിലവിൽ DTPCയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ താൽക്കാലിക സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന മൂന്നാർ സർക്കാർ കോളേജിന് സ്വന്തം കെട്ടിടത്തിലേക്ക് മാറാൻ വഴിയൊരുങ്ങുന്നു. കോളേജ് നിർമ്മിക്കുവാൻ ആവശ്യമായ ഭൂമി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി. മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപമായിട്ടായിരുന്നു മുൻപ് മൂന്നാർ ഗവൺമെന്റ് കോളേജ് പ്രവർത്തിച്ചു വന്നിരുന്നത്. 2018 കോളേജ് കെട്ടിടം തകർന്നതോടെ കോളേജിന്റെ പ്രവർത്തനം ഇവിടെ നിന്നും മാറ്റപ്പെട്ടു. മൂന്നാറിൽ തന്നെ ഒരുക്കിയ താൽക്കാലിക സംവിധാനത്തിലാണിപ്പോൾ കോളേജിന്റെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത്. മൂന്നാറിൽ പുതിയ കോളേജ് കെട്ടിടം നിർമ്മിക്കുവാൻ പറ്റിയ സ്ഥലം കണ്ടെത്തുക എന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. ഈ പ്രശ്നത്തിനാണിപ്പോൾ പരിഹാരമായിട്ടുള്ളത്. കോളേജ് നിർമ്മിക്കുവാൻ വേണ്ടുന്ന ഭൂമി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി. 2.89 ഹെക്ടർ ഭൂമിയാണ് കോളേജ് നിർമ്മിക്കുവാൻ അനുവദിച്ചു നൽകിയിട്ടുള്ളത്. 2018 അന്നുണ്ടായ മഹാപ്രളയത്തിൽ മൂന്നാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തകർന്നുപോയി. എന്നാൽ പിന്നീട് അത് പുനർനിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ ഒന്നാം പിണറായി ഗവൺമെൻറ് അനുവദിച്ചെങ്കിൽ പോലും നമുക്ക് ഒരുമിച്ച് സ്ഥലം കിട്ടുന്നതിന് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. നിലവിൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മൂന്നാർ ബഡ്ജറ്റ് ഹോട്ടൽ DTPCയുടെ കീഴിലുള്ള ബഡ്ജറ്റ് ഹോട്ടലോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെ പുതിയ കോളേജ് പണിയാമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തീകരിച്ചു. ഇന്നലെ ഗവൺമെൻറ് 7.132 ഏക്കർ സ്ഥലം ഈ കോളേജ് പണിയുന്നതിന് വേണ്ടി വിവിധ വകുപ്പുകളിൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ട് ഗവൺമെന്റ് ഉത്തരവായിരിക്കുന്നത്. അതുപോലെ മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ കൈവശമുള്ള 1.46 ഹെക്ടർ ഭൂമിയും TDPCയുടെ കൈവശമുള്ള 0.84 ഹെക്ടർ ഭൂമിയും റവന്യൂ വകുപ്പിന്റെ അധീനതയിലുള്ള 0.59 ഹെക്ടർ ഭൂമിയും ചേർത്താണ് പുതിയ കോളേജ് കെട്ടിടത്തിനായി സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. 1 വർഷത്തിനുള്ളിൽ നിർമ്മാണ ജോലികൾ ആരംഭിക്കണമെന്നതടക്കമുള്ള നിബന്ധനകളും സ്ഥലം കൈമാറിക്കൊണ്ടിറങ്ങിയ ഉത്തരവിലുണ്ട്. മുൻപ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയടക്കം നേരിട്ടെത്തി കോളേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടൽ നടത്തിയിരുന്നു. കോളേജ് കെട്ടിടം നിർമ്മാണത്തിനാവശ്യമായ ചെലവിലേക്കുള്ള തുക നേരത്തെ തന്നെ ബഡ്ജറ്റിലൂടെ വകയിരുത്തിയിരുന്നു. ഭൂമി ലഭ്യമായതോടെ തുടർ പ്രവർത്തനങ്ങളിൽ വേഗത കൈവരിച്ച് കോളേജിനായി പുതിയ കെട്ടിടം വൈകാതെ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയാണ് ഉയരുന്നത്. കൈരളി ന്യൂസ്, ഇടുക്കി.